ഇന്ന് രാവിലെ 8:45 കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് തുറക്കലിന് സമീപമാണ് ഈ ബസ് തീ പിടിച്ചത്. ആദ്യം ഈ ബസ്സിന്റെ മുൻഭാഗത്ത് നിന്ന് പുക ഉയരുകയായിരുന്നു. അതോടുകൂടി ബസ് ഒതുക്കി നിർത്തി പിന്നാലെ കത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളും യാത്രക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് കത്തി അമർന്നിരിക്കുന്നത്. സാന എന്ന് പറയുന്ന ബസ്സിനാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ ദൃക്സാക്ഷികളുടെ അവസരോചിത ഇടപെടലാണ് വലിയൊരു ദുരന്തം തന്നെ ഒഴിവാക്കി നമുക്ക് പറയാൻ കഴിയും. കാരണം തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് തന്നെ നാട്ടുകാർ ഇടപെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം തീ അണക്കാൻ വേണ്ടി ഓടിയെത്തിയ ഈ സമീപവാസി നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ വരുമ്പോൾ എന്താണ് കാണുന്നത്? ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ ബസ് സൈഡാക്കിയാണ് ഡ്രൈവർ ഇറങ്ങുന്നതാണ് കാണുന്നത്. ഡ്രൈവർ ഇറങ്ങി നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ബസ്സിൻ്റെ ഉള്ളിൽ നിറച്ച് പുകയാണ്. ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഈ സൈഡിൽ നിന്ന് തീ കത്തൽ തുടങ്ങിയാണ്. അങ്ങനെ യാത്രക്കാർ ഡോറ് തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായാണ്ട് അതിൻ്റെ ഉള്ളിൽ പറക്കം പോയാണ്. അങ്ങനെ യാത്രക്കാരെ ഈ സൈഡിൽ കൂടെയൊക്കെ കുറേ പിടിച്ചിറക്കി ബസ്സിൻ്റെ എയർ കാലിയായതിൻ്റെ ദിവസമാണ് ഡോർ ഓപ്പൺ ആയത്. പിന്നീട് തീ അണക്കൽ തുടങ്ങിയല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് എന്താ വെച്ചാൽ ബക്കറ്റിൽ വെള്ളം കാര്യമൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാക്കിയ പോയതിന് പിന്നെ അപ്പോഴത്തേന് പിന്നെ പൈപ്പിട്ട പോയതിന് പിന്നെ ഏകദേശം ഫുള്ള് കത്ത് തുടങ്ങിയാണ്. യാത്രക്കാരെ വേഗത്തിൽ ഇറക്കിയല്ലേ? യാത്രക്കാരെന്താ വെച്ചാൽ ബസ് യാത്രക്കാർ കമ്മിയാണ്, ഞായറാഴ്ച ആയതുകൊണ്ട്. ഇതിനു വേണ്ടി നാട്ടുകാർ എന്ന നിലയ്ക്ക് ഇവിടെയുള്ള പരിസരവാസികൾ വളരെയധികം സജീവമായിട്ട് ഇറങ്ങിക്കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് തുറക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ജീവൻ പണയം വെച്ച്, നിങ്ങൾക്കറിയാലോ കൊണ്ടോട്ടിയിൽ നമ്മുടെ ബസ് വിമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേമാതിരി തന്നെ ഈ വിഷയത്തിലും സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് തന്നെ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഇത് ഉണ്ടായിട്ടില്ല. ഒന്നാമത് ആളുകൾ കുറവായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ അത് വലിയൊരു ഇതുണ്ടായില്ല. ഞങ്ങളുടെ പ്രത്യേക ഒരു ആവശ്യം, നിങ്ങൾ ഊന്നി നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യം, ഞങ്ങൾക്ക് ഒരു യൂണിറ്റ് വേണം. ആ ഒരു ആവശ്യം നിങ്ങളും കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ എയർപോർട്ട് ഉണ്ട്, ഇതാണ് ഇതിൻ്റെ വിഷയം, എയർപോർട്ടിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഫയർ യൂണിറ്റ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ, അവിടെ വരണമെങ്കിൽ കുറേ നൂനാമാലകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയില്ല. പിന്നെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് മീൻചന്തയിൽ വരണം. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ നാട്ടുകാരാണ് ഈ പരിപാടി ഒരു 30% കഴിക്കും. അപ്പോൾ അതാണ് ഇതിന് ഞങ്ങൾക്ക് വേണ്ടത്. ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ടാവണം. ആ ഒരു ആവശ്യമാണ്. ഇദ്ദേഹം സ്വന്തം പൈപ്പൊക്കെ എടുത്തിട്ടാണ് ഇതാക്കിയത്. ഏതായാലും നാട്ടുകാരുടെ അവസരോചിത ഇടപെടലാണ് ഇതിന്റെ ഒരു ആഘാതം കുറച്ചതെന്ന് പറയാൻ കഴിയും. കാരണം ആദ്യ സമയത്ത് തന്നെ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ തീയണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇസ്മായിലിന്റെ വീട് നമുക്ക് കാണാൻ കഴിയും. ഈ അപകടം ഉണ്ടായതിന് തൊട്ട് സമീപമാണ്. അദ്ദേഹം ആദ്യം ബക്കറ്റിലൂടെ വെള്ളം ഒഴിക്കുന്നു. അതിനുശേഷം പിന്നീട് വീട്ടിൽ നിന്നും വലിയ ഒരു പൈപ്പ് ഇട്ടുകൊണ്ട് അതുവഴി ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ബസ്സിന്റെ തീ അണക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം അദ്ദേഹം ഈ യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കുന്നു. അതിനുശേഷം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നുകൊണ്ട് തീ അണക്കാൻ ശ്രമിക്കുന്നു. അത് നടക്കാതെ വന്നപ്പോഴാണ് വളരെ വേഗത്തിൽ തന്നെ ഈ പൈപ്പെല്ലാം ഇട്ട് തീ അണക്കാനുള്ള ശ്രമം നടത്തിയത് എന്നുള്ളതാണ്. ഈ പ്രധാനമായും ഈ മലപ്പുറത്ത് നിന്നും കൊണ്ടോട്ടിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് എത്താൻ വൈകുന്നതാണ് ഈ വലിയ പ്രയാസമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഫോറൻസിക് സംഘമൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് വളരെ വിശദമായി തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ പരിശോധിക്കുന്നത്. സമീർ ബിൻ കരീം, 24 മലപ്പുറം.